മദ്യപാനം തീർത്ത അരക്ഷിത ജീവിതത്തിൽ നിന്ന് അക്ഷര വെളിച്ചത്തിലേക്ക് നടന്നു കയറി കവിതാ സമാഹാരം വായനക്കാരിൽ എത്തിച്ചിരിക്കുകയാണ് കാസർകോട്ടെ വിനു വേലാശ്വരം. കൂലിപ്പണിക്കാരനായ 45-കാരൻ വിനുവിന്റെ ജീവിതം കവിതയിലൂടെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണ്. കവിതാ സമാഹാരമായ വേൽരൂപങ്ങൾ 1 മാസത്തിനകം 3-ാം പതിപ്പിലേക്ക് കടക്കുകയാണ്. മദ്യപാനം ആഘോഷമാക്കി പിന്നീടത് രോഗാവസ്ഥയിലെത്തിച്ചപ്പോൾ സൗഹൃദങ്ങളോ പരിചയക്കാരോ തിരിഞ്ഞു നോക്കാനില്ലെന്ന യാഥാർത്ഥ്യം വിനു തിരിച്ചറിഞ്ഞു. അതിൽ നിന്നുമാണ് കവിത എഴുത്തിന്റെ തുടക്കം. കാഞ്ഞങ്ങാട്ടെ നന്മമരം പ്രവർത്തകരും കവയത്രി ശുഭ ടീച്ചറും സമ്മാനിച്ച പുസ്തകങ്ങൾ വിനുവിനെ വായനയുടെ ലോകത്തേക്ക് ചേർത്ത് നടത്തി. ഇതിലൂടെ ജീവിതാനുഭവങ്ങൾ ചാലിച്ച വരികൾ കുറിച്ചിടുവാൻ തുടങ്ങി. ഇതോടെ വിനുവിനെ വായിക്കുവാൻ ആളുകളുണ്ടായി. വിനു വേലാശ്വരത്തിന്റെ ആദ്യ കവിതാ സമാഹാരം വേൽരൂപങ്ങൾ വായനക്കാരിൽ എത്തുമ്പോൾ മദ്യത്തിനു പകരം കവിത ജീവിതലഹരിയായി മാറുകയാണ് 45-കാരനായ വിനുവിൻ്റെ ജീവിതത്തിൽ. ലഹരിക്ക് അടിമപ്പെട്ട നീണ്ട 25 വർഷങ്ങൾക്ക് മരണത്തോട് മല്ലടിച്ച ആ നിമിഷങ്ങൾക്ക് ശേഷം പുസ്തകങ്ങളുമായി എന്നിലേക്കെത്തിയ നന്മമരം കാഞ്ഞങ്ങാടിൻ്റെ പ്രവർത്തകരായ ഹരീൻ ഓർത്തോട്ടുശ്ശേരി എന്നെ ഈ നിലയിൽ ഒരു കവിത എഴുത്തുകാരനും ഈ അറിയപ്പെടുന്ന വിനു വേലാശ്വരത്തേക്ക് വെച്ച പ്രിയപ്പെട്ട ശുഭ ടീച്ചർ അവർ തന്ന പുസ്തകങ്ങളാണ് എന്നെ ഒരു മനുഷ്യനാക്കിയതും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതും. പുസ്തകത്തിന് അതിശയിപ്പിക്കുന്ന തരത്തിൽ വായനക്കാരുണ്ടായതോടെ വേൽരൂപങ്ങൾ ഒരാഴ്ച കൊണ്ട് 2-ാം പതിപ്പും 1 മാസത്തിനുള്ളിൽ 3-ാം പതിപ്പിലേക്കും കടക്കുകയാണ്. വലിയ വിദ്യാഭ്യാസമോ സാഹിത്യ പാരമ്പര്യമോ അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ കവിതാ പുസ്തകത്തിന് ലഭിച്ച സ്വീകാര്യത ഇന്ന് വായനക്കാർക്കിടയിൽ വലിയ ചർച്ചയായി മാറുകയാണ്. ചേർത്ത് പിടിച്ച സൗഹൃദങ്ങൾ സമ്മാനിച്ച ജീവിതത്തെ കവിതകൾ കൊണ്ട് കടം വീട്ടുകയാണ് ഈ യുവാവ്. അമൃത ന്യൂസ്, കാസർഗോഡ്.